നമ്മുടെ യു പിയിലെ വളരെ നൈസായിട്ട് ഓരോ പള്ളികളായിട്ട് പൊളിക്കുന്നുണ്ട് കേട്ടോ. ये फतेहपुर जिले का ललौली कस्बा है। इसी कस्बे की 180 साल पुरानी नूरी जामा मस्जिद है। मंगलवार की सुबह अचानक इलाके में बुलडोजर घूमने लगे तो इलाके में हड़कंप मच गया। लोग कुछ समझ पाते इससे पहले ही बुलडोजर ने मस्जिद को गिराना शुरू कर दिया। देखिए, एक के बाद एक 3 से 4 बुलडोजर ताबड़तोड़ एक्शन में जुट गए। प्रशासन के पीले पंजे की छाप मस्जिद के पिछले हिस्से में दिखाई देने लगी और देखते ही देखते बुलडोजर ने मस्जिद के अतिक्रमण की जद में आए हिस्से को गिरा डाला। इस दौरान चप्पे चप्पे पर पुलिस वाले तैनात थे और स्थानीय लोगों को घरों में नजरबंद कर दिया गया था। जिस वक्त नूरी जामा मस्जिद पर बुलडोजर एक्शन हो रहा था, मौके पर एडीएम और एएसपी समेत पुलिस के कई आला अधिकारी मौजूद थे। मस्जिद के आसपास के इलाके में रैपिड एक्शन फोर्स, पीएसी और पुलिस फोर्स को तैनात किया गया था ताकि लोग घरों में कैद रहें और बुलडोजर अपना काम पूरा कर ले। जिले के एडीएम और एएसपी बुलडोजर एक्शन की पूरी कहानी बताते हुए പല പേരുകളാണ്. ഹൈവേ വികസനം അല്ലെങ്കിൽ നമ്മുടെ കോർപ്പറേഷൻ വികസനം, ഇങ്ങനത്തെ പേരുകളാണ് ചില പള്ളികൾ പൊളിക്കുന്നത്. ചില പള്ളികൾ ചുമ്മാ അങ്ങ് കണ്ണു അടച്ചു പൊളിച്ചുകൊണ്ടിരിക്കുക. നമ്മുടെ സാമ്പല് പോലത്തെ പള്ളികളൊക്കെ സർവേ നടത്തി എങ്ങനെ എവിടൊക്കെ പൊളിക്കാം എന്നാണ് നമ്മുടെ ഗവൺമെന്റിന്റെ ഊപ്പി മുഖ്യമന്ത്രി ഉണ്ട്, ഇയാൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇയാൾ പണ്ടൊരു കാര്യം പറഞ്ഞിരുന്നു. അതായത് മുസ്ലിങ്ങളുകൊണ്ട് നിങ്ങളുടെ മതം നിങ്ങളുടെ വീട്ടിലും നിങ്ങളുടെ മസ്ജിദിലും വെച്ചാൽ മതി, റോട്ടിലോട്ട് ഇറക്കരുത് എന്നായിരുന്നു നമ്മുടെ ഊപ്പി പറഞ്ഞത്. അന്ന് കേട്ടു നിങ്ങൾ. मैं क्या कह रहा हूँ, मैंने पहले कह दिया ना, संवैधानिक व्यवस्था से देश संविधान से चलेगा, मत और मजहब से नहीं जी। आपका मत, आपका मजहब अपने तरीके से होगा, अपने घर में होगा, अपने मस्जिद, अपने इबादत गाह तक होगा, सड़क पे प्रदर्शन करने के लिए नहीं। മനസ്സിലായല്ലോ അല്ലേ? അതായത് നിങ്ങളുടെ മതവും കാര്യങ്ങളൊക്കെ നിങ്ങളുടെ പള്ളികളിലും വീട്ടിലും മതി, റോട്ടിലോട്ട് സടക്കിലോട്ട് ഇറക്കരുത് എന്നാണ് നമ്മുടെ ഊപ്പി പറഞ്ഞത്. അപ്പോൾ ഈ ഊപ്പിൻ്റെ മതം ഏതാണോ, അല്ലെങ്കിൽ ഈ ഊപ്പിൻ്റെ മതത്തിൽ നടക്കുന്ന സകലമായ പരിപാടികളും ഈ പറഞ്ഞ സടക്കിൽ റോട്ടിൽ തന്നെ നടക്കുന്നതെന്നുള്ളത് ഈ ഊപ്പിക്ക് അറിയില്ല. അതാണ് സത്യം. അതല്ലെങ്കിൽ ആ ഊപ്പി അങ്ങനെ ചെയ്യാൻ പോകുന്നുള്ളൂ. അത് കണ്ട് മുസ്ലിങ്ങളാണെങ്കിലും ക്രിസ്ത്യാനികളാണെങ്കിലും ഉമ്പിക്കൊണ്ടിരിക്കേണ്ടി വരും. അതിനപ്പുറത്തോട്ടൊന്നും വരാനില്ല. അപ്പം നിങ്ങൾ അവിടെ ഇനിയിപ്പോൾ പള്ളിയാണെങ്കിലും വേണ്ടില്ല, എന്ത് തേങ്ങയാണെങ്കിലും വേണ്ടില്ല, ഞങ്ങൾ പൊളിച്ചിരിക്കും. അതിപ്പോൾ 150 കൊല്ലത്തിൻ്റെ പള്ളിയാണെങ്കിലും വേണ്ടില്ല, 500 കൊല്ലത്തിൻ്റെ പള്ളിയാണെങ്കിലും വേണ്ടില്ല, പൊളിക്കാൻ ഈ ഊപ്പി വിചാരിച്ചു കഴിഞ്ഞാൽ അത് പൊളിച്ചിരിക്കും. അതാണ് നമ്മുടെ ഊപ്പിൻ്റെ അവസ്ഥ. ആ ഊപ്പിനെ കണ്ടുപഠിക്കണം എന്നാണ് നമ്മുടെ ഉള്ളിസുരൊക്കെ ഈ നമ്മുടെ കേരളത്തിൽ വന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഉള്ളിസുര, നിന്നോടൊരു കാര്യം പറയാനുള്ളത്, ഇമ്മാതിരി ഊപ്പിത്തരം കാണിച്ചു കഴിഞ്ഞാൽ കേരളത്തിൽ വന്നു കഴിഞ്ഞാൽ നിന്നൊക്കെ ഊപ്പിക്കും. അതിൻ്റെ അപ്പുറത്തോടൊന്നും പറയാനില്ല. അപ്പോൾ എന്താണ് വാർത്ത എന്ന് കേൾക്കാം. 150 വർഷം പഴക്കമുള്ള ഒരു നൂറി മസ്ജിദാണ് യു പിയിൽ ഉണ്ടായിരുന്നത്. അത് ഇന്ന് പൊളിച്ചു. അതായത് കഴിഞ്ഞ 2-3 മാസങ്ങൾക്ക് മുമ്പ് ഈ റോഡ് വികസനം അങ്ങ് ത്വരിതപ്പെടുത്താൻ വേണ്ടിയിട്ട്, വേറെ ഒന്നും വികസിച്ചിട്ടില്ലെങ്കിലും വേണ്ടില്ല, യു പിയിലാകെ ഈ ഒരു DLF സിറ്റി ഉണ്ട് കേട്ടോ. അതായത് നമ്മുടെ ഈ ഡൽഹി NCR റീജിയനിൽ വരുന്ന, ഡൽഹി ബോർഡറായിട്ട് വരുന്ന ഒരു സ്ഥലമുണ്ട്. അവിടെ ഭയങ്കര സെറ്റപ്പാണ്. ഒരുപാട് IT കമ്പനികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. നോയിഡ, ഈ പറഞ്ഞ DLF സിറ്റി, കുറേ കാര്യങ്ങൾ അടങ്ങിയിരിക്കുന്ന ഒരു ഭയങ്കര സെറ്റപ്പുള്ള സ്ഥലമുണ്ട്. ഇത് കാണിച്ചിട്ടാണ് നമ്മുടെ ഉപ്പിക്കാർ സകല ബാക്കിയുള്ള എന്താ പറയുക ഇൻസ്റ്റാഗ്രാമിലും പോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഇതാണ് ഉപ്പി. അത് ഉപ്പിയൊന്നും ചെയ്തുകൊണ്ടല്ല. നമ്മുടെ ബാംഗ്ലൂരും ഹൈദരാബാദും ഒക്കെ പറഞ്ഞ പോലെ തന്നെ അവിടെ ഒരു പ്രത്യേക ഏരിയ, ഒരു ചുറ്റളവിൽ 10 കിലോമീറ്ററിൽ 15 കിലോമീറ്റർ ചുറ്റളവിൽ ഇങ്ങനത്തെ കുറച്ച് നല്ല സ്ഥലമുണ്ട്. ബാക്കി സകല സ്ഥലങ്ങളും ഊപ്പിയിൽ വെറും ഊപ്പിത്തര കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം കള്ള ഇല്ലാത്തതിൻ്റെ പേരും പറഞ്ഞിട്ട്, ഇല്ലാത്ത സകലമാന എന്താ പറയുക ഡെവലപ്മെൻറ്റ് പേരും പറഞ്ഞിട്ട് ഇവന്മാർ പൊളിക്കും. അമ്പലങ്ങളല്ല, പള്ളികൾ. ആ കൂട്ടത്തിലാണ് നമ്മുടെ ഈ നൂറി മസ്ജിദും ഇന്ന് പൊളിച്ചിട്ടുള്ളത്. 2 മാസം മുമ്പ് നോട്ടീസ് കൊടുത്ത് പൊളിക്കണമെന്നും പറഞ്ഞ്. അപ്പോൾ അതിന് നമ്മുടെ ഈ ഊപ്പിയിലെ ആ പള്ളിയുടെ എന്താ പറയുക കമ്മിറ്റിക്കാർ കോടതിയിൽ ഒരു പെറ്റീഷൻ കൊടുത്തു. അങ്ങനെയല്ല, 150 വർഷം മുമ്പ് ഉള്ള പള്ളിയാണ്, വെറുതെ ഇന്നൊന്നലെ കെട്ടിക്കഴിഞ്ഞിട്ടുള്ളൊരു പള്ളിയല്ല, അതുകൊണ്ട് അതിനൊരു ഒരു പ്രൊട്ടക്ഷൻ വേണം എന്നുള്ള രീതിയിൽ കൊടുത്തു. അതിൻ്റെ ഹിയറിങ് 2 ദിവസം കഴിഞ്ഞിട്ടാട്ടോ. ഈ പറഞ്ഞതിൻ്റെ ഹിയറിങ് 2 ദിവസം കഴിഞ്ഞിട്ടാണ് പറയാൻ പോകുന്നത്. അതിൻ്റെ മുമ്പ് തന്നെ ഈ പറഞ്ഞ ഊപ്പി സർക്കാർ അവിടെ പോയിട്ട് ഊമ്പിച്ചു. അതപ്പോൾ നടന്നത്. ഒന്നും നോക്കില്ല, അമ്മരങ്ങ് പൊളിച്ചു. എന്തിനാ വെച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ? ഇമാതിരി പരിപാടികളും ഞങ്ങൾ കാണിക്കാറില്ല. ഞങ്ങളങ്ങ് പൊളിക്കും. ഞങ്ങൾക്ക് മുസ്ലിം പള്ളിയാണെങ്കിൽ ഞങ്ങൾ പൊളിച്ചിരിക്കും.
പിന്നെ അതിൻ്റെ താഴത്ത് ലിംഗം തപ്പാനും സമയം കിട്ടിയില്ല. സർവേ കാര്യങ്ങളൊക്കെ സമയം എടുക്കും. ഇതിനൊക്കെ സമയം എടുത്ത് എപ്പോഴെങ്കിലുമൊക്കെ പൊളിച്ചിട്ട് കാര്യമില്ല, ഞങ്ങൾ ഇപ്പം പൊളിക്കണം. അതുകൊണ്ടൊന്നും നോക്കിയില്ല. റോഡ് വികസനം എന്ന് പേരും പറഞ്ഞിട്ട് നമ്മളത് പൊളിച്ചു, നമ്മൾ ഊമ്പിച്ചു, അത്രയേ ഉള്ളൂ. ഇതുപോലൊരു UP സർക്കാരും ഇതുപോലൊരു ഉമ്പൻ ഭരണാധികാരിയും ഇതുപോലത്തെ ഒരു UP എന്താ പറയുക സ്റ്റേറ്റും നമ്മുടെ നാട്ടിലുണ്ട്. ഒന്നല്ല കേട്ടോ, ഇതുപോലത്തെ പല സ്റ്റേറ്റുകളും ഉണ്ട്. ഇവന്മാർ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരുതരം UP ഭരണാധികാരികളും അല്ലെങ്കിൽ ഊമ്പിക്കൊണ്ടിരിക്കുന്ന പല പരിപാടികളും ഇവന്മാർ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിനൊക്കെ നമുക്കിതുപോലെ പറയാനേ പറ്റുള്ളൂ. എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ താടിജി വിശ്വ പുരുഷനായിട്ട്, അല്ലെങ്കിൽ എന്താണ് എന്തോന്നും പറയില്ലല്ലോ, വിശ്വപുരുഷനോ, സ്വയം പ്രഖ്യാപിത ദൈവമാണല്ലോ അല്ലേ, ബയോളജിക്കൽ ദൈവം. അപ്പം അങ്ങേരുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമ്മൾ എവിടെയും പോയിട്ട് ഇതുപോലെ ഊമ്പിയ പരിപാടികൾ കാണിച്ചുകൊണ്ടിരിക്കും. നമ്മൾ പൊളിക്കും, നമ്മൾ തകർക്കും, നമ്മൾ പുതിയ അമ്പലം കെട്ടും ഒക്കെ ചെയ്യും. പിന്നെ ഇതിനൊക്കെ വേറെ കാര്യം, നമ്മുടെ ഈ പറഞ്ഞ UP-യിലോട്ട് നിയമസഭാ ഇലക്ഷൻ വരുന്നുണ്ട്. അപ്പോൾ ഈ ഇലക്ഷൻ വരുന്നതിന് മുമ്പായിട്ട് ഈ ലോക്സഭാ ഇലക്ഷൻ വന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്ത്, നമ്മൾ പള്ളിപ്പറമ്പിൽ രാമനെ പ്രതിഷ്ഠിച്ച് നോക്കി, നടന്നില്ല, തോറ്റമ്പിപ്പോയി. അപ്പോൾ നമ്മളൊരു കാര്യം മനസ്സിലാക്കി, നമ്മൾ പൊളിച്ചു കൊടുത്തൊരു അമ്പലം പണിഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർക്ക് വലിയ വിലയും കാര്യങ്ങളൊന്നുമില്ല. പക്ഷെ നമ്മൾ പൊളിക്കുമ്പോൾ നമുക്ക് ഭയങ്കര സപ്പോർട്ടാണ്. അതാണ്. അപ്പോൾ നമ്മൾ പൊളിച്ചോണ്ടേ ഇരിക്കണം. അവിടെ ഒന്നും വെച്ചിട്ടില്ലെങ്കിലും ഇനി പുതിയൊരു രാമനെ, കൃഷ്ണനെ അല്ലെങ്കിൽ ശിവനെ കൊണ്ട് പ്രതിഷ്ഠിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, നമ്മൾ പൊളിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മളെ ഈ പറഞ്ഞ ചാണകങ്ങളുടെ മനസ്സിലോട്ട് വികാരം ഏറി കൂടി ഇവന്മാർക്ക് പൊട്ടത്തരം, ഇവന്മാരിങ്ങനെ ഈ വെകിളി കൊണ്ട് ഓടും. ആ സമയത്താണ് നമ്മൾക്ക് വോട്ട് കുത്തേണ്ട സമയം. അപ്പം ഈ ഒരു ഇലക്ഷൻ്റെ മുമ്പായിട്ട് ഈ UP-യിലുള്ള സകലമാന മസ്ജിദുകളും ഈ ഉമ്പന്മാർ പൊളിപ്പിക്കും എന്നുള്ളത് വളരെ സത്യമായിട്ടുള്ള കാര്യമാണ്. അവിടെ ഒന്നും കെട്ടാനൊന്നും പോകുന്നില്ല, അല്ലെങ്കിൽ അതിൻ്റെ താഴത്തൊരു ലിംഗവും ഒരു മണ്ണാങ്കട്ടിയും കിട്ടാനും പോകുന്നില്ല. പക്ഷേ ഇവന്മാർ ഊമ്പിച്ചുകൊണ്ടിരിക്കും. അതാണ് നമ്മുടെ UP-യിൽ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് കണ്ടിട്ടും മനസ്സിലാവാത്ത കുറേ ചാണകബുദ്ധിയുള്ള വിവരം കെട്ട ജന്മങ്ങൾ നമ്മുടെ നാട്ടിലുണ്ടല്ലോ എന്നാലോചിക്കുമ്പോഴാണ് എൻ്റെ UP-യെ വല്ലാത്തൊരു ഉമ്പത്തരയിപ്പോയി. കഷ്ടം.